ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അതായത് പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് താഴേക്ക് ചാടി പോകണ കംപ്ലയിൻ്റ് ആയിട്ട് പോയി എടുത്തു തന്നാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ തന്നെ പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ രീതിയിൽ വണ്ടി എടുത്തു തന്നാണ്. അതിനുശേഷം നമുക്ക് ജനറൽ സർവീസും കൂടിയും പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ ലീക്ക്, ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, പെട്രോൾ ലീക്ക് കാണിക്കുന്നതിൻ്റെ കംപ്ലയിൻറ്റ് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. അത് നമുക്ക് പുതിയ കാർബറേറ്ററാണ്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ തന്നെ പ്രോബ്ലമാണ് നമ്മുടെ വണ്ടിക്ക് വന്നതാണ്. ഇതിക്ക് മുമ്പും ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തേക്കണതാണ്. ഇപ്പോഴും കാർബറേറ്ററിൻ്റെ അവസ്ഥ വളരെ മോശമാണ് കേട്ടോ. ഇതിനകത്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം പെട്രോൾ കിടന്ന് മെൽറ്റായി ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പുതിയ കാർബറേറ്റർ വെച്ചു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മുടെ ഉപയോഗം ഇതേപോലെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വരും. ഇതിപ്പോൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം, ഉറപ്പ് പറയണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഓവർഫ്ലോൻ്റെ കേസ് റെഡിയായി കിട്ടാറില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഈ ഫ്ലോട്ട് വാൽവൊക്കെ മാറ്റി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. 100% നമ്മൾ ഉറപ്പ് പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ കാർബറേറ്റർ വെച്ചു എന്ന് കരുതാം. പുതിയ കാർബറേറ്റർ വെച്ചാൽ പോലും നമ്മൾ ഇതേപോലെ വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നാൽ നമുക്കിപ്പോൾ കിട്ടുന്ന പെട്രോൾ E20 പെട്രോളാണ്. 20% എത്തനോളാണ് അതിനകത്ത്. അതടങ്ങിയ പെട്രോൾ യൂസ് ചെയ്യുമ്പോൾ സെയിം സിറ്റുവേഷൻ ഇതേപോലെ തന്നെ വീണ്ടും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. തൽക്കാലം ഞാൻ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി നോക്കണമുണ്ട്. ബാക്കിയത്തെ കണ്ടീഷൻ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം പറയാം. ഇപ്പം നിലവിൽ കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ ഇടണേ. ഇനി ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാർബറേറ്റർ മാറ്റേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ജനറലായിട്ട് സർവീസ് കൂടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സർവീസ് കൂടി തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. പക്ഷേ ബ്രേക്കുമായി ബന്ധപ്പെട്ട് 2 കേബിളുകൾ നമ്മളുണ്ട്. ഒന്ന് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഇവിടെ ഔട്ടറൊക്കെ പൊട്ടിയിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് പിടിക്കുമ്പോൾ 2 കേബിൾ വർക്ക് ചെയ്യുക. ഒന്ന് ബാക്കിലേക്ക് പോകും, ഒന്ന് ഫ്രണ്ടിലേക്ക് പോകും. ആ 2 കേബിളുകളും കംപ്ലൈൻ്റ് ആണ്. ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളും ലോഡായിട്ട് നിൽക്കണേ കാണണം കേട്ടോ. അപ്പോൾ ആ 2 ബ്രേക്ക് കേബിളും മാറ്റിയിട്ട് വേണം നമ്മൾ ബ്രേക്ക് സെറ്റ് ചെയ്യാനായിട്ട്. തൽക്കാലം ബ്രേക്ക് ലൈനർ നമുക്ക് ഈ തവണയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ അതേപോലെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഓയിൽ വരുന്നുണ്ട്. എൻജിൻ ഓയിലും ഗിയർ ഓയിലും വേറെയാണ് സ്കൂട്ടർ മോഡലുകൾക്ക് വരാം. അതിനകത്ത് ഗിയർ ഓയിലും നമുക്ക് മാറ്റേണ്ട ടൈമാണ്. കാരണം അതിൻ്റെ ലെവൽ കാര്യങ്ങളില്ല. തന്നെയല്ല ഉള്ളത് തന്നെയും അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. അപ്പോൾ ഗിയർ ഓയിൽ നമ്മൾ കൂട്ടത്തേക്കൂടെ മാറ്റി വിടണം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കമ്പനി ഫിൽറ്റർ കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്, പുതിയ ഫിൽറ്ററാണ്. ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കാരണം ചെറിയ പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിടാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചതാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ വരുന്ന ഈ ഒരു ഒൽസീൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ് ആ വലിയ ഒൽസീൽ കേട്ടോ. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒൽസീലാണ്. അത് കൈയോടെ നമുക്കത് മാറ്റിയിടാം. കാരണം അടുത്ത സർവീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഓയിൽ ലീക്ക് കൂടുതലായിട്ട് വരുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സൈഡൊക്കെ മൊത്തം ഓയിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് ഓയിൽ വരാൻ പാടില്ല. ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓയിൽ ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല. ഡ്രൈ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് കൈയോടെ ഒൽസീൽ മാറ്റിയിടാം. പിന്നെ അതിൻ്റെ ഓരോ ക്ലച്ചിൻ്റെ ഓരോ പാർട്സുകളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ ബാക്കിലത്തെ പുള്ളി വീലൊക്കെ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു. ബെൽറ്റും നമുക്ക് ഇതുമായി കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, പുതിയ ബെൽറ്റാണ്. ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ക്ലച്ച് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നത് കൂട്ടത്തേക്കിടെ നമുക്ക് ഈ ഒരു ഒൽസീൽ മാറ്റി ഇടുന്നുണ്ട്. കിക്കർ വീലൊക്കെ നമുക്കൊന്ന് ഗ്രീസ് ചെയ്തിടാനുള്ളൂ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വേറെ കംപ്ലയിൻ്റ് ഇല്ല, ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെ ഹാൻഡിലിൻ്റെ ഒരു ബെയറിംഗ് ഉണ്ട്. അതായത് ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ അതിൻ്റെ ആ ജോയിൻറ്റിൽ വന്ന ഒരു ബെയറിങ്, കോൺസെപ്റ്റ് എന്ന് പറയും, അത് ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ട്. ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഹാൻഡിലിൻ്റെ ഭാഗത്തൊരു ചെറിയ ഇളക്കം വരുന്നത് ആ ബെയറിങ്ങിൻ്റെയാണ്. അപ്പോൾ ഞാനത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് കൂടുതലായിട്ട് പ്രോബ്ലം വരാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലൊക്കെ അത് മാറ്റി കളയേണ്ടി വരും. അത് നമ്മുടെ ഉപയോഗം വെച്ചിട്ട് നോക്കിയിട്ട് മതി. ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം നമുക്കത് അഴിച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1000 രൂപ താഴെ നമുക്കതിന് ചിലവ് തന്നെ കേസാണ്. അപ്പോൾ പരമാവധി ഉപയോഗിക്കാൻ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് കാണിക്കുമ്പോൾ ചെയ്താൽ മതി. തൽക്കാലം ഞാനത് വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് സെറ്റാക്കി വെച്ചേക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്തു. നല്ല ബെയറിങ്ങാണ്, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ടയറായാലും പുതിയ ടയർ കിടക്കണം. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് മെയിനായിട്ട് ലിങ്ക് ബുഷൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് കോൺസെപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2022 മോഡൽ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.45 റേഞ്ച് കാണിക്കുന്നത് വോൾട്ടിൻ്റെ കേട്ടോ. ലോഡ് കൊടുക്കുമ്പോൾ 8.20 വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ താമസമില്ലാണ്ട് നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വോൾട്ട് നോക്കുമ്പോൾ നോക്കിക്കോട്ടോ 8.22 വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 8.5 വോൾട്ടിൽ താഴേക്ക് വന്ന സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കാൻ സാധ്യതയുള്ള, കാരണം ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് പരിഗണിക്കും. അപ്പോൾ വലിയ താമസമില്ലാണ്ട് നമുക്ക് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് വരും. അതായത് വണ്ടി സെൽഫ് സ്റ്റാർട്ട് ആവാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും. അത് ബാറ്ററിയുടെയാണ് കേട്ടോ. ഇപ്പം വർക്കിംഗ് ആണ്, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ വലിയ താമസമില്ലാണ്ട് നമുക്ക് ആ കംപ്ലയിൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ തൽക്കാലം എസ്റ്റിമേറ്റിൽ ഞാൻ ബാറ്ററി ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. വീഡിയോ കണ്ടതിന് ശേഷം ബാറ്ററി മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയാം, കൈയോടെ നമുക്കത് മാറ്റിയിടാം. അപ്പോൾ ആ പ്രോബ്ലം അങ്ങോട്ട് സോൾവ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പരമാവധി യൂസ് ചെയ്യുക, കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയിട്ടാലും മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എൻ്റെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണ്, അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഓയിൽ ഈ പറഞ്ഞ രീതിയിൽ തീരെ മോശം അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചേഞ്ച് കൂടി കൂട്ടത്തിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഒന്ന് എഞ്ചിൻ ഓയിൽ മാറണം. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കിൻ്റെ ഓറിങ്ങും ഈ ബോൾട്ടിൻ്റെ വാഷും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയിടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഈ ഒരു കേബിളാണ്, ബ്രേക്കിൻ്റെ കേബിളാണ് നമുക്ക് മാറ്റിയിടുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന ഈ ഒരു കേബിൾ മാറണം. അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന ഒരു ബ്രേക്കിൻ്റെ കേബിളുണ്ട്, അതും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിയിടണം. കോൺസെപ്റ്റ് ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്, പക്ഷേ തൽക്കാലം നമ്മളത് സെറ്റ് ചെയ്തിടുന്നുണ്ട്. അതേപോലെ തന്നെ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ എസ്റ്റിമേറ്റിൽ കോൺസെപ്റ്റും ബാറ്ററിയും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കോൺസെപ്റ്റ് തൽക്കാലം ഓടിക്കോളും, കുഴപ്പമില്ല. ബാറ്ററിയാണ് നമുക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ളൊരു ഐറ്റം. പിന്നെ ക്ലച്ചിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഒലിസീൽ ഡാമേജ് ഉണ്ട്, അതൊന്ന് മാറ്റി റീസെറ്റ് ആക്കാം. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഉള്ളത് കാർബറേറ്ററാണ്. കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള എസ്റ്റിമേറ്റിലാണ് ഉൾപ്പെടുത്തിയേക്കണേ. അത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ നിർഭാഗ്യവശാൽ അത് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം എന്തേലും കേട്ടോ. അപ്പോൾ പരമാവധി വണ്ടി ഉപയോഗിക്കുക എന്നുള്ള അതാണ് ശരിക്കും. വണ്ടി ഇടയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടികളുടെ കംപ്ലയിൻറ്റ്സ് കുറവാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണതിൻ്റെ കേസ്. വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കാനുള്ള ടൈം കിട്ടുന്നു. അതാണ് ഈ കംപ്ലയിൻറ്റ്സിൻ്റെ മൂലകാരണം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് വാട്സാപ്പിൽ ഇടണേ. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണം. അതിനകത്ത് ഗിയർ ഓയിലും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.